എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വ്യത്യസ്തമായ 5 തരം അടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമുക്ക് ചക്ക വരട്ടിയത് കൊണ്ടുള്ള അട തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചക്കയുള്ള സമയത്ത് കുറച്ച് പഴുത്ത ചക്ക ഞാൻ നെയ്യിൽ വരട്ടി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് 1.5 കപ്പ് ചക്ക എടുക്കാം. ഇത് ഫ്രീസറിൽ നിന്ന് മാറ്റി തണുപ്പൊക്കെ മാറിയതിന് ശേഷം നല്ല ലൂസായി കിട്ടിയ പരുവത്തിലാണ് ഇതെടുക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കര നന്നായി അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് നെയ്യിൽ വരട്ടിയാണ് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നത്. മധുരമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ നെയ്യ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ചക്കയുടെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. ഇത് വരട്ടി വെച്ചിരുന്ന ചക്ക ആയതുകൊണ്ട് തന്നെ പാനിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരും. ഫ്രഷ് ചക്കയാണെങ്കിൽ കുറേ കൂടെ വെള്ളം ഇതിൽ കാണും. അപ്പോൾ കുറേ അധികം സമയം ഇതിലിട്ട് വരട്ടേണ്ടി വരും. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര പാനിയും ചക്കയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചക്കയുള്ള സീസണിൽ ഇതേപോലെയൊക്കെ നമ്മൾ ചെയ്ത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചുക്കും നല്ല ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണിത്. 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനും ഫ്ലേവറിനും അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലേശം ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ മെഷറിംഗ് കപ്പിൽ 1/3 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കയുടെ ഫ്ലേവറാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അരിപ്പൊടി തീരെ കുറച്ച് ചേർത്താൽ മതിയാകും. ബാലൻസ് ഉള്ള അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായി തിക്കായി പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ ഇത് പാനിൽ നിന്ന് വിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായി പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ വാഴയിലെടുത്ത് നന്നായി ഒന്ന് കഴുകി വാട്ടിയെടുക്കാം. പിന്നീട് ഇത് ഇതേപോലെ ഒരു കോണാക്കി ഒന്ന് മടക്കിയെടുക്കാം. ഇനി വരട്ടി വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കോണിലോട്ടൊക്കെ ഫില്ലിങ് പോകത്തക്ക രീതിയിൽ മുകളിൽ നിന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നല്ലതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം മുകളിൽ നിന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു അടയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പഴുത്ത ചക്ക ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പഴം വേണമെങ്കിലും ഇതേ സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇലയിൽ നിന്നും മാറ്റിയെടുക്കാം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പം പഴുത്ത ചക്ക കൊണ്ട് ഈ ഒരു അട ഇങ്ങനെ തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അടുത്തത് മൈദയും പരിപ്പും ശർക്കരയും ഒക്കെ കൊണ്ട് വാഴയിലയിൽ തയ്യാറാക്കിയ അടയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 1/4 കപ്പ് പാൽ തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1/2 കപ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് 1/4 കപ്പ് മാത്രം മതിയാകും. നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. ഒരു മുട്ടയും കൂടി അതിലേക്ക് ഉടച്ചൊഴിക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു വിസ്കോ സ്പൂണും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
അപ്പം ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പാല് 1/4 കപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് പരിപ്പ് നന്നായിട്ട് വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതേപോലെ സ്പാച്ചില ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് ശർക്കര ആവശ്യമുണ്ട്. അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ശകലം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പുണ്ടല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കരയും പരിപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ആ പരിപ്പും ശർക്കരയും കൂടെ കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. പരിപ്പ് ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മിക്സായി ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 2-3 മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം. ഇതാ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി ഇതാ കുഴച്ച് വെച്ചിരുന്ന മൈദ നമുക്ക് ആവശ്യത്തിനുള്ളതെടുത്ത് വാഴയിലയിലേക്ക് പരത്തി കൊടുക്കാം. അപ്പം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റും. നന്നായിട്ട് കനം കുറച്ച് ഈ ഒരു രീതിയിൽ പരത്തി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നന്നായി പരത്തിയതിന് ശേഷം ഇനി അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒരു സൈഡിലേക്ക് ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ മടക്കി കൊടുക്കാം. ഇനി സൈഡൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇതേപോലെ ഇഡ്ഡലിത്തട്ടിലോ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് അടച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇലയിൽ നിന്നും ഇളക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, ഇലയിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ മൈദയും ശർക്കരയും പരിപ്പും ഒക്കെ കൊണ്ട് ഈ അടയൊന്ന് തയ്യാറാക്കി നോക്കൂ. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഏത് വേണമെങ്കിലും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ ഇത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അടുത്തത് ഗോതമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അടയാണ്. അത് വാഴയിലയ്ക്ക് പകരം വട്ടയിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഇതിരിക്കേണ്ടത്. ഇനി അത് അടച്ചു വെച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 കപ്പ് ശർക്കര ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 3-4 ഏലക്കായുടെ സീഡും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് ഇതാണ്. ഇനി ഇതേപോലെ ഒരു വട്ടയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ ഇലയിലേക്ക് കൈ നല്ലതുപോലെ ഒന്ന് നനച്ചതിന് ശേഷം മാവ് ഇതേപോലെ വെച്ച് നല്ലതുപോലെ കനം കുറച്ച് പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായി കനം കുറച്ച് പരത്തിയതിന് ശേഷം ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കിയതിന് ശേഷം സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതേപോലെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വട്ടയില കൊണ്ട് ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ ഇതേ രീതിയിലാണ് ഇലയപ്പം ഉണ്ടാക്കിയിരുന്നത്. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അട നന്നായി വെന്ത് കിട്ടിയിരിക്കും.
ഇപ്പോൾ അത് അട നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇലയിൽ നിന്ന് മാറ്റിയെടുക്കാം. സാധാരണ എല്ലായിടങ്ങളിലും വാഴയില വെച്ചാണ് ഇങ്ങനെ അടയുണ്ടാക്കി കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഇതേപോലെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചും ഉണ്ടാക്കിയെടുക്കാം. അരിപ്പൊടി ആകുമ്പോൾ നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇടിയപ്പത്തിനൊക്കെ ഇട്ട് നമ്മൾ മാവ് ഇളക്കിയെടുക്കത്തില്ലേ, അതേപോലെ ഇളക്കിയെടുത്ത് ഇതേപോലെ ഇലയിൽ പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് മുറിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റാണ്. അടുത്തത് മാങ്ങ വരട്ടിയത് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള അടയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് നന്നായി പഴുത്തിട്ടുള്ള ഒരു മാങ്ങ എടുക്കാം. മാങ്ങ ഏത് ടൈപ്പായാലും കുഴപ്പമില്ല, നന്നായി പഴുത്തിരിക്കണമെന്നേ ഉള്ളൂ. ഇനി മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നല്ലതുപോലെ പഴുത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ചേർക്കുമ്പോൾ വളരെ കുറച്ച് ശർക്കര ചേർത്താൽ മതിയാകും. ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നമുക്ക് വളരെ ചെറിയ പീസസായി ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നന്നായി മധുരമുള്ള മാങ്ങ വേണം വരട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് വരട്ടിയെടുക്കുമ്പോൾ ചെറിയ പുളിരസം ഉണ്ടായിരിക്കും. ഇതേപോലെ ചെറിയ പീസസായി നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത മാങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. അടുപ്പിൽ വെച്ച് ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം. ഒരു 3 മിനിറ്റോളം സമയം മതി, മാങ്ങ നന്നായി വെന്ത് കിട്ടും. മാങ്ങ നല്ലതുപോലെ ഉടച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് പാനിയാക്കി എടുക്കുക. ശർക്കര ഇതേപോലെ നന്നായി മെൽറ്റായി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അരച്ച് വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. രണ്ട് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ മാങ്ങ നന്നായി ഒന്ന് വരട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ അധികം മധുരമില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഞാൻ 3/4 കപ്പ് ശർക്കര എടുത്തത്, അല്ലെങ്കിൽ മധുരമുള്ള മാങ്ങയാണെങ്കിൽ 1/2 കപ്പ് ശർക്കര മതിയാകും. ശർക്കര പാനിയെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരു 5 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ആ സമയത്ത് ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മൊത്തത്തിൽ ശർക്കര പാനി ഒഴിച്ചൊരു 10 മിനിറ്റോളം നമുക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി. ഇപ്പോൾ ഇത് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു മാങ്ങയിൽ നിന്ന് ഇത്രത്തോളം എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ വരട്ടിയത് വെച്ച് നമുക്കൊരു അട തയ്യാറാക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും ഇട്ട് അരിപ്പൊടി ഇട്ട് മിക്സാക്കിയെടുത്ത മാവാണിത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. മാവ് കുഴച്ചതിന് ശേഷം വാഴയിലയിലേക്ക് പരത്തി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടി വാഴയില ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്ത് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് മാവ് പരത്തി കൊടുക്കുന്നത്. മാവ് കുഴച്ചതിൽ നിന്നും കുഞ്ഞൻ ബോൾസായി എടുത്ത് നമുക്ക് ഈ ഇലയിലേക്ക് വെച്ച് പരത്തി കൊടുക്കാം.
ഇനി കുറച്ച് തേങ്ങയും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയുടെ കുറച്ചെടുത്ത് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മടക്കിയെടുക്കാം. കുഞ്ഞൻ അടയൊക്കെ ആകുമ്പോൾ വീഡിയോ കാണാനും നല്ല ഭംഗിയായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് അതിൽ തന്നെ അങ്ങ് റെഡിയാക്കിയത്. ഇങ്ങനെ 6 പീസ് വാഴയില ഉണ്ടായിരുന്നത് 6ലും ഇതേപോലെ മാവ് സ്പ്രെഡ് ചെയ്ത് തേങ്ങയും വെച്ച് കൊടുത്ത് മാങ്ങ വരട്ടിയതും വെച്ച് കൊടുത്ത് ഫില്ല് ചെയ്തെടുത്തു. അങ്ങനെ എല്ലാം ഇതേപോലെ തയ്യാറാക്കിയെടുത്തു. കുറച്ച് മാവ് അധികം വന്നതിന് ഒരു കൊഴുക്കട്ടയാക്കി തയ്യാറാക്കിയെടുത്തു. ഈ മാങ്ങ വരട്ടിയത് ഇതേപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അടയെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്തു മാറ്റാം. വളരെ ടേസ്റ്റിയായ ഒരു അടയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അട വളരെ സോഫ്റ്റാണ്. അപ്പോൾ പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അട തയ്യാറാക്കി നോക്കൂ. അടുത്തത് മധുരത്തിന് പകരം നല്ല എരിവുള്ള അടയാണ്. ചെമ്മീനൊക്കെ വെച്ചിട്ടുള്ള അടയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്നും കോരി മാറ്റാം. കോരി മാറ്റിയ ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും അതേ എണ്ണയിൽ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചേർത്ത് കൊടുത്ത സവാള നന്നായിട്ട് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇട്ട് കൊടുത്ത സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് കോരി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. അത് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ തേങ്ങ മൂത്ത് വന്ന് അതും കൂടി ഇനി പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കാം. ഈ സവാള പൊടിച്ചെടുത്തത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് തേങ്ങ വറുത്ത് വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത തേങ്ങയും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അട തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 2 കപ്പ് വെള്ളം ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഓരോ ബോളാക്കി എടുക്കാം. ഇനി അത് വാഴയിലയിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം ഒരു ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇലയൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്ത് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം ബാക്കിയുള്ളതെല്ലാം ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. വാഴയിലയിലേക്ക് മാവും പരത്തി കൊടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം
ഇല മടക്കി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇല ഇതേപോലെ മടക്കി സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ദോശക്കല്ലിലിട്ട് ചുട്ടാണ് എടുക്കുന്നത്. അപ്പം ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും 2-3 തവണ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ അട തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ അട തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.